ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 88. സദ്ഗതി സത്കൃതി സത്താ സദ്ഭൂതി സത്പരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസ സുയാമുന. ഹരി ഓം. ഹരി ഓം. 699 നാമം സദ്ഗതി. സജ്ജനങ്ങളായ ആളുകൾക്ക് ഗതിയായിട്ടുള്ള, പ്രാപ്യസ്ഥാനമായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിൽ സദ്ഗതി. 700 നാമം സത്കൃതി. സത്തായിട്ടുള്ള നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യുന്നവൻ, ജഗത് സംരക്ഷണം, പരിപാലനം, അവയെ സംഹരിക്കുന്നതിനും ഒരു കാരണമുണ്ട്. അങ്ങനെ എല്ലാം ഭഗവാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും പിറകിൽ ഒരു കാരണമുണ്ട് എന്നതിനാൽ സത്കൃതികൾ, സത്കൃതി ആണ്. 701 നാമം സത്ത. സത്ത് എന്നാൽ ഉള്ളത്, അത് മാത്രമാണ്. ആ പരമാത്മ ചൈതന്യം മാത്രമേ ഇവിടെയുള്ളൂ. ബാക്കിയൊക്കെ അതിൽ നിന്നുണ്ടായതായിട്ട് നമുക്ക് തോന്നുക ഒരു ഭ്രമക്കാഴ്ചകളാണ്. അങ്ങനെ സത്തായിരിക്കുന്ന ആ പരബ്രഹ്മസ്വരൂപം എന്നർത്ഥം. 702 നാമം സദ്ഭൂതി. ഭൂതി എന്നാൽ ഐശ്വര്യം, വിഭൂതി എന്നൊക്കെ അർത്ഥമെടുക്കാം. അങ്ങനെ സദ്ഭൂതി എന്നാൽ സത്തായിട്ട് ആ ഒരു ചൈതന്യം മാത്രമേ ഉള്ളൂ, അത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിഭൂതിയും എന്ന അർത്ഥത്തിലാണ് സദ്ഭൂതി. 703 നാമം സത്പരായണാഹ. തത്വജ്ഞാനികളായ സജ്ജനങ്ങൾക്ക് ഉത്കൃഷ്ടമായ ശരിയായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിൽ സത്പരായണ. 704 നാമം ശൂരസേന. ഹനുമാര് മുതലായ ഈ ജഗത്രയത്തിലും ശൂരവീര പരാക്രമികൾ ഭഗവാന്റെ ഓരോ അവതാരത്തിലും ഭഗവാന്റെ കൂടെ സേനയായിട്ടുണ്ടായിട്ടുണ്ട്. അതിനാൽ ശൂരന്മാരുടെ ഒരു സേന തന്നെ സ്വന്തമായിട്ടു ഉണ്ടായവൻ എന്ന അർത്ഥത്തിൽ ശൂരസേന. 705 യദുശ്രേഷ്ഠ. യാദവ വംശത്തെ പ്രസിദ്ധപ്പെടുത്തിയത് ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ യദുക്കളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവൻ, പ്രധാനമായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിൽ യദുശ്രേഷ്ഠ. 706 നാമം സന്നിവാസ. സത്ത്, സത്തായിരിക്കുന്ന, സജ്ജനങ്ങൾക്ക് ഏറ്റവും അടുത്ത് ആശ്രയിക്കാവുന്ന, അവരുടെ അടുത്ത് നിവസിക്കുന്ന, ആശ്രയിക്കാൻ പറ്റുന്ന ഒരേ ഒരു ലക്ഷ്യസ്ഥാനം, അല്ലെങ്കിൽ സുഹൃത്ത്, ബന്ധു, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും എടുക്കാവുന്ന ആശ്രയസ്ഥാനം എന്ന അർത്ഥത്തിൽ സന്നിവാസ. 707 നാമം സുയാമുനഃ. യമുനാ തീരവാസികളെയാണ് യാമുനഃ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ശോഭനന്മാരായ, എന്തുകൊണ്ട് ഭഗവാന്റെ കൂടെ ആ ബാല്യകാലം ചിലവിടാൻ സാധിച്ചതിൽ പരം വേറെ എന്ത് ഭാഗ്യമാണുള്ളത്? അങ്ങനെ അത്രയും ഭാഗ്യം ചെയ്ത ആ ഗോപന്മാരോടുകൂടെ, ആ യമുനാ തീരവാസികളോടുകൂടെ അങ്ങനെ തൻ്റെ ബാല്യകാലത്തെ ചെലവിട്ടവൻ എന്ന അർത്ഥത്തിൽ സുയാമുനഃ. ഹരിയും.